നമസ്കാരം. VL വാസ്തു കൺസൾട്ടൻസി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗോപിലാൽ. ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് 47 കോൽ ചുറ്റ് അളവിലുള്ള പടിഞ്ഞാറ് മുഖമായിട്ട് വരുന്ന ഒരു വീടിൻ്റെ പ്ലാനാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഈ 47 കോൽ ചുറ്റിൻ്റെ തന്നെ വടക്ക് ദർശനമായിട്ടുള്ള വീടിനെയാണ് പരിചയപ്പെടുത്തിയത്. ഇന്ന് പടിഞ്ഞാറ് മുഖമായിട്ടുള്ള 2 കടക്കമുറി, അടുക്കള, ഒരു ബാത്റൂം, ഹാള്, സിറ്റ് ഔട്ട്, സ്റ്റെയർ കേസ്, ഇങ്ങനെയുള്ള ഒരു പ്ലാനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ 47 കോൽ ചുറ്റാകുമ്പോൾ പഞ്ചയോനിയിലെ ഗണിതക്രിയയാണ്. പഞ്ചയോനിയാണ്. അതിൻ്റെ ജാതകം നോക്കുകയാണെങ്കിൽ ആയം 4 വ്യയം 1 അപ്പോൾ അതായത് ദീർഘം വരുമ്പോഴേക്കും 13 കോൽ 15 അങ്കുലം ദീർഘവും 9 കോൽ 21 അങ്കുലം വിസ്താരവുമായിട്ടാണ് വരുന്നത്. അങ്ങനെ 47 കോൽ ചുറ്റ്. ഇത് സെൻറ്റിമീറ്ററിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 10 മീറ്റർ 7 സെൻറ്റിമീറ്റർ ദീർഘവും വിസ്താരം വരുന്നത് 730. അപ്പോൾ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 790 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിൻ്റെ പ്ലാനാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, നമ്മളൊരു വീടിൻ്റെ പ്ലാനിൽ ഓരോ റൂമുകളും ചുറ്റളവിലാക്കണമെന്ന്. അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും കൂടി കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. അത് ഒരു കാരണവശാലും അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ്. കാരണം പഞ്ചയോനിയിലെ ഒരു ഗണിതക്രിയ എടുത്തു കഴിഞ്ഞാൽ ഓരോ റൂമുകൾ പാർട്ടീഷൻ ചെയ്ത് ചുറ്റളവിലാക്കണമെങ്കിൽ അതും ആ പഞ്ചയോനിയിലെ ഗണിതക്രിയ തന്നെ ആയിരിക്കണം. അത് ഒരു കാരണവശാലും വാർദ്ധക്യത്തിലോ മരണച്ചുറ്റിലോ വരാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഈ 47 കോൽ ചുറ്റിൽ അടങ്ങിയിരിക്കുന്നതാണ് അടുക്കളയായാലും കടക്കമുറി ആയാലും സിറ്റ് ഔട്ട് ആയാലും ഹാളായാലും ബാത്റൂം ആയാലും എല്ലാം ഈ 47 കോൽ ചുറ്റിലടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് യാതൊരു കാരണവശാലും ആ കണക്കുകൾക്ക്, ആ ഗണിതക്രിയകൾക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് 47 കോൽ ചുറ്റിൻ്റെ ഒരു കണക്കിലെടുക്കുമ്പോഴേക്കും അതിൻ്റെ റൂമുകൾ പ്രത്യേകം ചുറ്റളവിലാക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു വിഷയം, നമ്മൾ ക്ഷേത്ര വിഷയത്തിലേക്ക് പോയിക്കഴിഞ്ഞാൽ 20 കോൽ 8 അങ്കുലം ചുറ്റിലുള്ള ഒരു പ്രാസാദം, ഈ പ്രാസാദത്തിൽ ഗർഭഗൃഹം കണ്ടുപിടിക്കുമ്പോഴേക്കും ഈ ഗർഭഗൃഹം എന്ന് പറഞ്ഞാൽ പ്രാസാദ വിസ്താരത്തിൻ്റെ 5/3 ഗർഭഗൃഹ വിസ്താരം വരുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും പ്രാസാദ വിസ്താരത്തിൻ്റെ 5/3 വരുമ്പോഴേക്കും അതായത് 3 കോൽ 1 അങ്കുലം 2 യവമാണ് ദീർഘവിസ്താരം വരുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റ് പരിമിതിപ്പെടുത്തി നോക്കുകയാണെങ്കിൽ 12 കോൽ 5 അങ്കുലമായിരിക്കും ചുറ്റ് വരുന്നത്. എന്നാൽ 12/8 ആക്കാമെന്ന് കരുതുമ്പോഴേക്കും ഈ 12/8 എന്ന് പറയുമ്പോഴേക്കും ഇത് അസുരഗണത്തിൽപ്പെട്ട ഗണിതക്രിയയായി മാറുകയും ഇത് ദേവാലയങ്ങൾക്ക്, ദേവഭാവങ്ങൾക്ക്, ക്ഷേത്ര ഗണിതക്രിയയ്ക്ക് യോഗ്യമല്ലാതെ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ 12 കോൽ 5 അങ്കുലം എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കാതെ ദീർഘവിസ്താരത്തിൻ്റെ ദീർഘത്തിൻ്റെ വിസ്താരത്തെ 5/3 ഗർഭഗൃഹമായിട്ട് മാറ്റുന്നത്. ഇനി നമുക്ക് പ്ലാനിലേക്ക് പോകാം. അപ്പോൾ 47 കോൽ ചുറ്റിൻ്റെ പ്ലാനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈശാനകോണിലാണ് അതിൻ്റെ അടുക്കളയുടെ സ്ഥാനം വന്നിരിക്കുന്നത്. പർജിനി, പചനാലയം, ധൂമസഞ്ചയം ഈശാനി. അടുക്കളയുടെ പ്രധാന സ്ഥാനം എന്ന് പറഞ്ഞാൽ ഈശാനകോണിലാണ്. അതുകൊണ്ടാണ് ഈശാനഖണ്ഡത്തിൽ തന്നെയാണ് നമ്മൾ ഈ 47 കോൽ ചുറ്റിൻ്റെ കണക്കിൽ അടുക്കള വടക്ക് കിഴക്കേ രാശിയിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ദീർഘവിസ്താരം നോക്കുകയാണെങ്കിൽ 368 × 274 അടുക്കളയുടെ കണക്ക് വന്നിരിക്കുന്നത്. രണ്ടാമത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കടക്കമുറി ഒന്ന് കിടക്കുന്നത് തെക്ക് കിഴക്കേ രാശിയിലും രണ്ടാമത് കന്നിപഥത്തിലുമാണ് രണ്ടാമത്തെ കടക്കമുറി വന്നിരിക്കുന്നത്. അതിൻ്റെ അളവ് കിഴക്ക് തെക്കേ മൂലയിലെ കടക്കമുറിയുടെ അളവ് നോക്കുകയാണെങ്കിൽ 302 × 274 അതിൻ്റെ കണക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കന്യപഥത്തിലെ കിടക്കമുറി നോക്കുകയാണെങ്കിൽ തന്നെയും 302 × 273 അത് ഒരേ ചുറ്റളവിലാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ബ്രഹ്മസൂത്രം ഭേദമില്ല, യമസൂത്ര ഭേദമില്ല. യമസൂത്രത്തിലും ഡോറുകളും ജനലുകളും കൊടുത്തിരിക്കുകയാണ്. ഡൈനിങ് ഉണ്ട്, ഒരു സ്റ്റെയർ റൂം അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറേ ഭാഗത്തായിട്ട് വരുന്ന സിറ്റ് ഔട്ടിൽ 368 × 120 അളവിലാണ് സിറ്റ് ഔട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 47 കോൽ ചുറ്റിൽ എന്ന് പറയുമ്പോഴേക്കും 790 സ്ക്വയർ ഫീറ്റ് വരുന്ന 47 കോൽ ചുറ്റിൽ കിഴക്ക് വടക്കേ രാശിയിൽ അടുക്കളയുണ്ട്. രണ്ടാമത് കിഴക്ക് തെക്കേ മൂലയിലും തെക്ക് പടിഞ്ഞാറേ മൂലയിലുമായിട്ട് 2 കടക്കമുറി വന്നിട്ടുണ്ട്. ബ്രഹ്മസൂത്ര ഭേദം, യമസൂത്ര ഭേദം വരാത്ത തരത്തിലാണ് ബാത്റൂം നമ്മൾ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഈ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ കണക്ക് നോക്കുമ്പോഴേക്കും 190 × 120 ഈ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ കണക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാം നിലയിലേക്ക് പോവുകയാണെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ പോർഷൻ ബാൽക്കണിയായിട്ട് വന്നിട്ടുണ്ട്.
കന്നിപഥത്തിൽ തന്നെ ആയിട്ട് മൂന്നാമത്തെ കിടക്കമുറി, താഴെ 2 കിടക്കമുറിയും മുകളിൽ 1 കിടക്കമുറിയുമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. താഴത്തെ കന്നിപഥത്തിൽ, അതായത് 2ാം നിലയിൽ ആ ഒരു കിടക്കമുറിയുടെ അളവ് വരുന്നത് താഴത്തെ അതേ അളവിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 302x273. പിന്നീട് വന്നിരിക്കുന്നത് ആ താഴത്തെ അറ്റാച്ച്ഡ് ആ ബെഡ്റൂമിന് അറ്റാച്ച്ഡായിട്ടും ഒരു കോമൺ ടോയ്ലറ്റ് ഒരു വീടിന് അത്യാവശ്യമായതുകൊണ്ട് 2ാം നിലയിൽ ഒരു കോമൺ ടോയ്ലറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കോമൺ ടോയ്ലറ്റിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 190x140 അളവിലാണ് കോമൺ ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ആ സ്റ്റെയർ കേസ് കയറി വരുന്നത് ഹാളിലാണ്. ഹാളിൻ്റെ മെഷർമെൻറ്റ് നോക്കുമ്പോഴേക്കും 368x193 അളവിലാണ് ഈ കണക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുമ്പോഴേക്കും ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്, അതായത് താഴത്തെ നില വരുന്നത് ആരൂഢ 47 ഗോൾ ചുറ്റിൻ്റെ ആരൂഢമായിട്ട് വരുന്നത് 790 സ്ക്വയർ ഫീറ്റും, 2ാം നില അതായത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് 560 സ്ക്വയർ ഫീറ്റാണ്. ടോട്ടൽ വരുന്നത് 1350 സ്ക്വയർ ഫീറ്റിലാണ് ഈ ആരൂഢം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ആരൂഢം ശ്രദ്ധിച്ചാൽ സാധാരണ നിങ്ങൾ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് കണ്ടമാനം പ്ലാനുകൾ കാണാറുണ്ട്. ആ ഈ പ്ലാനുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ മർമ്മരാശികൾ ശുദ്ധമാണ്. ബ്രഹ്മസൂത്ര വേദം വന്നിട്ടില്ല, യമസൂത്ര വേദം വന്നിട്ടില്ല. 4 കോൺരാശികളും ശുദ്ധമാണ്. അപ്പോൾ ബ്രഹ്മസൂത്രം വേദം വന്നിട്ടില്ല, യമസൂത്ര വേദം വന്നിട്ടില്ല. വേദം വരിക എന്ന് പറഞ്ഞാൽ മറ്റു റൂമുകളോ ഭിത്തികളോ അല്ലെങ്കിൽ ബാത്റൂമുകളോ കൊണ്ട് അത് ഒരു ആരൂഢത്തിൻ്റെയും മർമ്മഭാഗം എന്ന് പറഞ്ഞാൽ ദീർഘത്തിൻ്റെ മർമ്മഭാഗമായാലും വിസ്താരത്തിൻ്റെ മധ്യഭാഗത്തായാലും ടോയ്ലറ്റുകൾ വന്ന് അശുദ്ധിയാവാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴേക്കും മർമ്മപീഡ സംഭവിക്കുകയും അത് പലതരത്തിലുള്ള രോഗദുരിതങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അപ്പം മർമ്മപീഡ സംഭവിച്ചിട്ടില്ല. കോൺരാശികളും ശുദ്ധമാണ്. ഓരോ കോൺരാശിയിലും കന്നിപഥത്തിലായാലും ധനുവിലായാലും ഈശാനഖണ്ഡത്തിലായാലും അങ്ങനെ 4 മൂല നോക്കിയാൽ 4 മൂലഭാഗവും ശുദ്ധമാണ്. അപ്പോൾ ഈ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട്, അതായത് 47 ഗോൾ ചുറ്റിൻ്റെ തന്നെ പടിഞ്ഞാറ് ദർശനമുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.